കൊച്ചേട്ടോ ഓ കൊച്ചേട്ടോ കൊച്ചേട്ടന്റെ പനിയൊക്കെ മാറിയാ? പനിയോ? ആ ആർക്ക്? അപ്പൊ കൊച്ചേട്ടനല്ലേ പനി? എനിക്കായിരിക്കും. കടുപ്പത്തിലൊരു ചായ. ചായയോ? ആ. ഒത്തിരി ഏമാത്തുണ്ണി. ലോകാര്യം വല്ലതും ഉണ്ടേ പറ, ഞാനും കേൾക്കാം. ചായ കടം തരത്തില്ല. ഓ തന്റെ ചായ കിട്ടില്ല, ഇപ്പൊ ചത്തു. വേണ്ടടോ, തന്റെ മോളെടുത്ത് കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. അല്ല, അത് ഞാൻ കാണിച്ചു തരാം ഞാൻ. താൻ ഇനിയെങ്കിലും ഈ ഗതി കിട്ടാത്ത പണി ഒന്ന് നിർത്തണോ മാപ്പിളെ? ആ ജോണി മുതലാളിയെ പോയി കണ്ട് വല്ല കണക്കെഴുത്ത് പണിയോ കൂലിപ്പണിയോ തരാൻ പറ. നീ കുഞ്ഞിനെ കണ്ടു പഠിക്ക്. എന്റെ പട്ടിക്ക് വേണം അവന്റെ കൂലിപ്പണി. കൊടി കെട്ടിയ കുറെ മുതലാളിമാരെ കണ്ടിട്ടുള്ളവരായി ഞാൻ. പിന്നെ ആയി പുതുമണി ശീലക്കാരൻ. അങ്ങനെ കൊച്ചാക്കാതോ മാത്തുണ്ണി? ജോണി അല്ലാതെ ഏത് മുതലാളി അവിടെ കൊടി കെട്ടിയത്? ഉണ്ണിത്താന്റെ ചെരുപ്പിന്റെ വിലയുണ്ടോ താനീ പറഞ്ഞ കോണിക്ക്? ഏത് ഉണ്ണിത്താനാണോ? ജയിലിൽ കിടന്ന് മരിച്ച ഉണ്ണിത്താനോ? അയാൾ മരിച്ചിട്ട് വർഷം രണ്ടായില്ലേ? ആയിക്കോട്ടെ കൊച്ചേട്ടാ, പറ്റത്രയാ? 2 രൂപ. തന്റെ ജോണി മുതലാളി ഉണ്ടല്ലോ, മുതലാളിയെ കുറിച്ച് അക്ഷരം പറഞ്ഞാൽ പോയോ ചേട്ടാ? ചേട്ടാ ഭൈമി പോയ വഴി ഇപ്പോഴല്ലേ പിടികിട്ടിയത്. അന്ന് മുതൽ പരമൂലം കാണാനില്ല. അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും അവനിവിടെ വരണവനാ. കൊല്ലം 2 അവനെയും കാണാനില്ല. എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. വരവെന്തപ്പോ അവൻ വാഴ വെട്ടി. ഏത് വാഴ? ഭൈമി എന്ന വാഴ. എന്റെ മാത്തുണ്ണി, നിന്റെ ഒരു ബുദ്ധി. ഇന്ന് നിനക്കൊരു ചായ ഫ്രീ. ആശാനെ, എന്റെ കണക്കിൽ മാത്തുണ്ണിക്ക് ഒരു ചായ കൊടുക്ക. എന്റെ പറ്റിലും വേണ്ട വേണ്ട വേണ്ട. എല്ലാ ചായ കൂടി കുടിച്ചാൽ എന്റെ വയറ് പൊട്ടും. ഒരു ചായ മതി, ബാക്കിയുള്ളതിന് കടി പോരട്ടെ. ബെന്നുണ്ടാ ബെന്നുണ്ടാ. ആ കാറിന്റെ ഫ്രണ്ട് സീറ്റ് പാക്കറ്റ് ഉണ്ട്, അതിനടുത്ത്. നീ വിഷമിക്കാതെ. ഇങ്ങനൊക്കെയായി കാലത്ത്. ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം. അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു? നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ? ഈ കള്ളുകൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയുമേ. ഇനി ഇപ്പൊ അതാ കൂത്ത്. നിനക്ക് നാണമില്ലേടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ? അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ, ചോര പോലെ നിറമുള്ളത്. കാനായിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പം കർത്താവ് ആ വീഞ്ഞുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല. ആ, നീ അടുക്കളയിലോട്ട് ചെല്ല്. കോഴിയെ പൊരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞല്ലേ അവൻ പോയത്. അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പോ നിന്നെ പൊരിക്കും. ഹലോ മഹർഷി, വരണം. ഇതാണ് ഞാൻ പറഞ്ഞ മഹർഷി. എന്റെ ഒരു പഴയ സുഹൃത്താണ്. ഇത് ജോണി, എന്റെ ആത്മസുഹൃത്ത്, ബിസിനസ്സുകാരൻ, സർവോപരി സ്ഥലത്തെ പ്രധാന കള്ളപ്പണക്കാരൻ. ഹലോ, ഇരിക്കും. താങ്ക് യു. അല്ല സാറേ, ഇതേ സന്യാസിയാണോ? അയ്യോ അല്ല, വെറും കഴിവേറി, കള്ളക്കഴിവേറി. മാത്യൂസ് എന്നാ കാരണവന്മാരിട്ട പേര്. ഇവരെല്ലാം കൂടെ വിളിച്ച് ഇപ്പൊ മഹർഷി മാത്യൂസ് ആയി. സൈക്കോളജിയിൽ ഒരു PhD ഒക്കെ എടുത്തിട്ടുണ്ട്. പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. എന്തിനാ? ഇട്ടുമൂടാൻ സ്വത്തുണ്ട്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, ഇത്തിരി നടപടി ദൂഷ്യമുണ്ട്. ഇൻട്രസ്റ്റഡ് അല്ലേ? ചെറിയ തോതിൽ. വെരി ഗുഡ്. ഞാൻ തന്നെ പോലെ ഒരു കമ്പനി തപ്പി നടക്കുക. ഹലോ, യെസ്, മക്ഫസൻ ഹിയർ. എപ്പോ? ജാമ്യം കിട്ടിയില്ലേ?
എസ്റ്റേറ്റിലെ കാര്യം വല്ലതും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. വണ്ടി എടുക്ക്. പരമോ, പരമോ, പരമോ എവിടെ? മുറിയിലുണ്ട്. വിളിക്കേ. അങ്ങോട്ട് ചെല്ലേ. എന്തോ കുഴപ്പമുണ്ട്. സാർ, എന്തിനാ വിളിപ്പിച്ചേ? എന്താ സാർ? എന്ത് പറ്റി സാർ? വരൂ. ഒന്നുകൂടി. എന്റെ പരദേവതേ, ഇത് 1 കോടി രൂപയുണ്ട്. നമ്മുടെ ബോംബെ ഏജന്റ് പോലീസ് കസ്റ്റഡിയിലായി. ആ റാസ്കൽ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു. ഏത് നിമിഷം ഇവിടെ റെയ്ഡ് ഉണ്ടാകും. അതിനുള്ള ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം. നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റും. പറ്റില്ലെങ്കിൽ പറയേ. വെറും 2 മാസത്തേക്ക് മതി. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ പ്രതിഫലം തരും. ഞാൻ ചെയ്യാം സാർ. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കും. ഉടനെ പുറപ്പെട്ടോളൂ. ഹോണ്ട കൊണ്ടുപോയാൽ മതി. ഏത് റൂട്ടിൽ പോകും? ചുരം കയറി പോകുന്നതായിരിക്കും നല്ലത്. പോലീസ് അവിടെ വരുമെന്ന് തോന്നുന്നില്ല. ഏത് നരകത്തിലൂടെയും പോകും. ഈ പെട്ടിയും ജോണിയുടെ കൊടുക്കണോ? ഇത്രയും പണം ഒന്നിച്ച് കാണുമ്പോ അവൻ വല്ല ഏനക്കേടും ചെയ്താലോ? പിന്നെ എന്ത് ചെയ്യും? ഇത് എന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത്. പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാ മതി. അതാ നല്ലത്. സാറേ, ഈ കാവിൽ ജോണിയുടെ ഓഫീസ് ഇത് തന്നെയാണോ? മാനേജിംഗ് ഡയറക്ടർ ജോണിയല്ലേ? ആ, നേരെ അകത്തോട്ട് എന്നാ. യെസ്, കം ഇൻ. നിങ്ങൾ വയ്ക്കും, ഞാൻ വിളിപ്പിക്കാം. യെസ് സർ. എടാ അളിയ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? വാ വാ വാടാ. സ്വർണമാല, സ്വർണ ചെയിൻ, സിൽക്കിന്റെ ജുബ്ബ, നല്ല 1ാം ക്ലാസ് ടേബിള്, കൊട്ടാരം പോലത്തെ ഒരു ആപ്പീസ്. നീ ആരാടാ കോടീശ്വര? ഞാൻ പഴയ ജോണിയൊന്നുമല്ല, ജോണി മുതലാളി. ഏത് മുതലാളി ആയാലും ആ പെരുങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്തുനിന്ന് പോയിട്ടില്ല. ആ, നിന്റെ യോഗം. 3 ഫോളാ. ഈ കാണുന്നതൊന്നും എന്റെ മാത്രമല്ല, നിന്റെയും കൂടിയാണ്. അല്ല,
നീ എന്താ ഒരു അറിയിപ്പില്ല? ഭൈമിക്ക് എങ്ങനെയുണ്ട്? എന്ത് കുഴപ്പം? അവക്ക് സുഖം. ഫോറിൻ സിഗരറ്റാ? അതൊക്കെ പോട്ടെ. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? വല്ല കുഴപ്പവും പറ്റിയോ? ആ, ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവനെ ഒന്ന് ഒളിപ്പിക്കണം. 2 മാസത്തേക്ക് മതി. 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. കുറച്ച് രൂപയാ, 1 കോടിയുണ്ട്. 1 കോടിയോ? ആ, സായിപ്പിന്റെ വകയാ. സംഗതി ബ്ലാക്ക് മണിയാ. ഇവനെ ഒന്ന് ഒതുക്കണമല്ലോ. എന്റെ പൊന്നു പരമു, 1 കോടിയല്ല 10. ഒതുക്കം. 1 കോടിയല്ല 10 കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ട് പണിയൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ. നമുക്കിവനെ അവിടെ ഒതുക്കാം. ആ ആ എടാ പരമുവേ, നീ അറിയോ ദേവേന്ദ്രന്റെ മകൻ കൊച്ചാപ്പിയെ? എനിക്കറിയത്തില്ല. ഞാനും അറിയത്തില്ല. പക്ഷെ ആ നാറ് വിചാരിച്ചാ പോലും ആ രൂപ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പിന്നെയല്ലേ ഇൻകം ടാക്സ്. എടാ ജോണി, ഞാൻ പോന്നു. സമയം അങ്ങ് പോയി. ഞാൻ ഇന്നലെ സായിപ്പ് മേടിക്കും. എവിടെപ്പാ? സംഗതി ഒന്നും ആയിട്ടില്ല. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു സാധനം തൊട്ടടുത്ത മുറിയിലുണ്ട്. എന്ത് സാധനം? കിളി, ചെറുകിളി, നല്ല 1ാം ക്ലാസ് പൈങ്കിളി. ഏതാടാ സാധനം? അതൊക്കെ ഉണ്ടടാ. എന്നാ അളിയൻ പോയി ഉപ്പ് നോക്കിട്ടോ, ഞാൻ 2 പെഗ് കൂടെ അടിക്കാം. അയ്യോ, ഞാൻ ഉപ്പൊക്കെ ഒത്തിരി നോക്കിയതാ. പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളക്, പാകത്തിന് മസാല, പിന്നെ ലേശം മധുരവും. ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാ മതി. ശരി. പിന്നെ അളിയാ, ഒരു മയത്തിനൊക്കെ വേണം. പിന്നെ നിന്റെ കിളിയല്ലടാ. എന്റെ കിളിക്ക് കുഴപ്പമൊന്നും വരത്തല്ലേ? മോളെ, പൊന്നുമോളെ, എന്നാ മിണ്ടുകല്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ ജോണി പറഞ്ഞത്. ആ, എന്നാ ലൈറ്റ് ഒന്നിട്ടെ. അതും ചെയ്യല്ലേ? വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. എവിടെയാണ് നിന്റെ ഒരു സുന? എന്റെ ഭഗവാനെ. കുഞ്ഞെ, എന്തു പറ്റിയിരിക്കുന്നു കുഞ്ഞെ? കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? അവൻ വല്ല ചതിയും കാണിച്ചോ കുഞ്ഞെ? ആ തെണ്ടിയെ ഞാനൊന്ന് കൊല്ലും. എവിടെ പോകുന്നു? ആ ജോണിയെ ഞാൻ... ജോണി എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട്. പ്രയോജനമില്ല. പഴയ ഗീത എന്നേ മരിച്ചു. നീ ആയിരുന്നു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോളാളിയാ? എന്തു പറ്റിയടാ? എന്തു പറ്റിയടാ? ശവത്തെ കുത്തുന്ന തെണ്ടി. അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചോ. നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും. എന്തടാ മടിച്ചു വെക്കുന്നത്? കൊല്ലടാ.
കാമുകിയുടെ ചരിത്രം സംരക്ഷിക്കാൻ വന്നതല്ലേ നീ? അവളെ കുറിച്ച് അക്ഷരം വിടരുത്, നന്ദി കേട്ടോ നോയെ. എനിക്കൊരു അവളോട് നന്ദി കാണിക്കേണ്ട ആവശ്യമില്ലടാ. ജനിച്ചു വീണപ്പം പോലെ അവളുടെ വീട്ടിൽ നിന്ന് നക്കിത്തുന്നത് ഞാനാണോ? അവളുടെ തന്തയെ ജയിലിൽ കയറ്റിയത് ഞാനാണോ? 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയിരിക്കുന്നു ഒരു സംരക്ഷകൻ. നിൽക്കണോ? ഭ്രാന്താശുപത്രി കിടക്കുന്ന അവളുടെ തള്ളക്ക് ചെലവിന് കൊടുക്കുന്നത് ഞാനാണ്, നിന്റെ തന്തയല്ല. വീടും പറമ്പും ജപ്തി ചെയ്ത് തെരുവിലിറക്കിയ അവക്ക് ഒരു ജോലിയും കയറിക്കിടക്കാൻ ഒരു ഇടവും കൊടുത്തത് ആരാണെന്ന് ചോദിക്ക്. ഞാനൊരു ബിസിനസ്സുകാരനാണടാ. കാശ് കൊടുത്തെങ്കിൽ അത് മുതലാക്കാനും എനിക്കറിയാം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ.